ഹായ്, ഇന്ന് ഞാൻ ഷൂട്ട് ചെയ്യാൻ പോകുന്നത് മധുരക്കിഴങ്ങ് കൃഷി ചെയ്തിട്ട് ഏകദേശം 3.5 മാസമായി. അപ്പോൾ ആ കൃഷിയുടെ അടിയിലൊരു കട കുറച്ച് നോക്കിയാൽ അറിയാം അതിലെന്തെങ്കിലുമൊക്കെ ഇതുവരെ ഉണ്ടായിട്ടുണ്ട്. വിളവിൻ്റെ അവസ്ഥ എന്താണ്, ഇനി അതിൽ എന്തെങ്കിലും വളം ചേർക്കേണ്ടതുണ്ടോ, അല്പം കൂടിയും വലിപ്പം വേണ്ടതുണ്ടോ, 1 മാസം കൂടിയും പ്രായമുണ്ട് ഇത് പറിച്ചെടുക്കുവാൻ. അപ്പോൾ അതൊന്ന് പരീക്ഷണാർത്ഥം ഒരു കട പറിച്ച് നോക്കാൻ എന്ന് വിചാരിച്ച് അതിൻ്റെ തണ്ടുകളൊക്കെ വെട്ടി മാറ്റി അതിൻ്റെ കമ്പ് പിഴുതെടുക്കാൻ പുല്ലുകളൊക്കെ മാറ്റിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ കമ്പും അതിൻ്റെ ഇലയൊക്കെ വെട്ടി മാറ്റിയിട്ട് തൂമ്പ കൊണ്ട് മണ്ണ് ചെരിച്ച് പതുക്കെ വലിച്ച് മാറ്റുകയാണ്. അധികം ആഴത്തിൽ കളച്ചാൽ മധുരക്കിഴങ്ങിൽ വെട്ടെടുക്കുകയും അത് ഉപയോഗപ്രദമല്ലാതാവുകയും ചെയ്യും. അതുകൊണ്ട് പതുക്കെ മണ്ണ് മാറ്റി വലിച്ചെടുക്കുകയാണ്. അടിയിൽ വലുതായിട്ട് അധികം എണ്ണമൊന്നും കാണുന്നില്ല, പക്ഷേ തരക്കേടില്ലാത്ത വലിപ്പമുണ്ട്. അതിൻ്റെ വണ്ണം കുറവാണ്. 1 മാസം കൂടിയും വളർച്ച വേണം. അപ്പോൾ കുറച്ചും കൂടിയും 16-9-16 എന്നുള്ള സോലുബിൾ വളം മിക്സ് ചെയ്ത് ഇലകൾ തെളിച്ച് കൊടുക്കേണ്ടതായിട്ടുണ്ട്. കാരണം ഈ മധുരക്കിഴങ്ങ് ചെടിയുടെ വള്ളികളെല്ലാം ഇങ്ങനെ പടർന്ന് പന്തലിച്ച് കിടക്കുന്നതുകൊണ്ട് അടിവളം ചെയ്യുവാൻ, മണ്ണിലൂടെ വളം ചെയ്യുവാൻ അത്ര എളുപ്പമല്ല. അതുകൊണ്ട് സോലുബിൾ വളം, ആ വളം 1 ലിറ്ററിന് 5 ഗ്രാം വീതമുള്ള 16-9-16 എന്നുള്ള പാക്കറ്റ് പൗഡർ വളം 1 ലിറ്റർ വെള്ളത്തിൽ 5 ഗ്രാം എന്ന രീതിയിൽ കലക്കി ഇലകളുടെ മുകളിൽ സ്പ്രേ കൊടുക്കണം. അങ്ങനെ ചെയ്താൽ 1 മാസം കഴിയുമ്പോഴേക്കും നല്ല രീതിയിലുള്ള വലിപ്പമുള്ള മധുരക്കിഴങ്ങ് ലഭ്യമാകും. അതിനുള്ള പണിയാണ് നമ്മളിപ്പോൾ ചെയ്യുന്നത്. ഓക്കെ.